നമസ്കാരം. ഇന്ന് നമ്മൾ ഫ്യൂജി ഫിലിംസിൻ്റെ X-T5 എന്ന് പറഞ്ഞൊരു ക്യാമറയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. റിവ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം മാർച്ചിലാണ് ക്യാമറ പർച്ചേസ് ചെയ്തത്. മാർച്ച് കഴിഞ്ഞപ്പോൾ 6 മാസത്തോളമായില്ലേ. ഈ വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ 11-ാം തീയതിയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ 5-6 മാസം ഉപയോഗിച്ചതിൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ എടുക്കാൻ കാരണമെന്നും, ഞാൻ സോണിയാണ് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 10 വർഷമായിട്ട് സോണിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോണിയിൽ നിന്ന് ഞാൻ ചെറിയൊരു ക്യാമറയിലേക്ക് മാറാനുണ്ടായ കാരണം എന്താണെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ബോഡി വരുന്നത്. ഇത്ര ചെറുതാണ്. ഒരു കയ്യിൽ പിടിക്കുമ്പോൾ ഏകദേശം ഇത്രയേ ഉള്ളൂ. വെയിറ്റും വളരെ കുറവാണ്. ഏതാണ്ട് 555 ഗ്രാം എങ്ങാണ്ടേ ഉള്ളൂ വെയിറ്റ്. അത്ര ചെറുതാണ്. ഈ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഇതിലേക്ക് വരാൻ കാരണം. മറ്റ് ബോഡിയൊക്കെ ഉപയോഗിച്ച് കൈയിൻ്റെയൊക്കെ ജോയിൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ബോഡിയിലേക്ക് മാറാമെന്നുള്ള നിലയ്ക്ക് നമ്മൾ X-T5 അല്ലെങ്കിൽ ഫിജി ഫിലിം എടുക്കാൻ കാരണം. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് പറ്റിയ ബോഡി എന്ന് വെച്ചൊന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് X-T5 ആയിരിക്കും നന്നാവുക. അതിലാകുമ്പോൾ 40 MB സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. റോൾ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 80+ ഫയൽ സൈസ് വരുന്നുണ്ട് റോൾ എടുക്കുന്ന സമയത്ത്. പിന്നെ വീഡിയോയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് 6K വരെ ഷൂട്ട് ചെയ്യാം. 6K 30 ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്യാം. 4:2 10 ബിറ്റിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒക്കെ ഫീച്ചർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കാൻ കാരണം. പിന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട് കളർ സിമുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് നല്ല കളറുകൾ ക്യാമറയിൽ തന്നെ ചെയ്യാം. എഡിറ്റിൽ കുറച്ച് പണി കമ്മിയാവും. പക്ഷെ ഞാൻ കൂടുതലും എടുക്കാറ് റോയിലും, സ്റ്റില്ലാണെങ്കിൽ റോയിലും, വീഡിയോ ആണെങ്കിൽ 4K 60 ഫ്രെയിം റേറ്റിൽ ലോഗിലും എടുക്കാറ്. ഇനി ക്യാമറയിലേക്ക് ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ വീഡിയോയിലേക്ക് വരുമ്പോൾ അത് ഫുൾ HD യിലാണെങ്കിൽ 1.70 എന്ന് പറഞ്ഞ അളവിലേക്ക് ചെറിയ ക്രോപ്പ് വരുന്നുണ്ട്. അത് 4Kയിലേക്കാണെങ്കിലും ഈ സെയിം ക്രോപ്പ് അളവ് തന്നെ വരുന്നത്. പക്ഷേ 6Kയിലേക്ക് വരുമ്പോൾ 1.3 എന്ന് പറഞ്ഞ അളവിലേക്ക് ക്രോപ്പ് മാറുന്നുണ്ട്. കാണുന്നുണ്ടെന്നറിയില്ല. ഈ ഭാഗത്തായിട്ട് മുകളിൽ കാണാം, ചെറുതായിട്ട് ക്രോപ്പിൻ്റെ അളവ് കൂടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ ചെറിയൊരു ക്രോപ്പ് വരുന്നുണ്ട്. ഇത് ഓൾറെഡി ക്രോപ്പ് സെൻസർ ക്യാമറ തന്നെയാണ്. അതിൽ കൂടെ ഒന്നും കൂടി നമ്മൾ വീഡിയോയ്ക്ക് വരുമ്പോൾ ചെറിയ ക്രോപ്പ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ വീഡിയോ ക്വാളിറ്റീനെ ബാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഫോട്ടോയിലെ പ്രശ്നമില്ല കേട്ടോ. ഫോട്ടോയിൽ ഫുൾ സെൻസർ തന്നെ നമുക്ക് ഫുൾ ഗേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ലെൻസുകളുടെ സൈസാണ്. ഇത് 24mm ലെൻസാണ്. ഇത് 24mm ലെൻസാണ്. ഇതിൻ്റെ സൈസ് ക്യാപ്പും കൂടെ ഊരിയ ഇത്രയേ ഉള്ളൂ. 24mm ആണ്. 2.8 ലെൻസാണ്. 2.8. പിന്നെ ഇതാണ് 50 ലെൻസ്. ഇത് 1.4 ആണ്. വലുപ്പമല്ലേ, നമുക്കൊരു കയ്യിൽ പിടിക്കാൻ പറ്റിയ സൈസേ ഉള്ളൂ. ലെൻസ് ബോഡിയിലിട്ട് കാണിച്ചു തരാം. ഇത്രയാണ് ക്യാമറയുടെ സൈസ് വരുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ 1 കിലോൻ്റെ താഴേക്കാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ലെൻസുകളൊക്കെ ഇട്ടാൽ പോലും 1 കിലോൻ്റെ താഴത്താണ് വെയിറ്റ് വരുന്നത്. ഇതാണ് ഞാൻ ക്യാമറ എടുക്കാൻ തന്നെ മെയിൻ കാരണങ്ങളിലൊന്ന്. വെയിറ്റ് കുറവാന്നുള്ളത് തന്നെയാണ് മെയിൻ കാരണം. ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ ഫോക്കസ് വേണ്ട മാനുവൽ ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും ഒക്കെ ഇവിടെ തന്നെ സെലക്ട് ചെയ്ത ഓപ്ഷൻ. ചെറിയ ബട്ടൺസാണ്. നമുക്ക് പെട്ടെന്ന് കൺട്രോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. ഫ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അത്രയും ചെറുതാണ് എല്ലാ സംഭവങ്ങളും. അതുകൊണ്ട് ലെൻസ് മൗണ്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ബട്ടൺ. പിന്നെ ബാക്കിൽ നമുക്ക് കുറേ കൺട്രോൾസ് ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ വേണമെങ്കിൽ അസൈൻ ചെയ്ത് വയ്ക്കാം. കസ്റ്റം ഓപ്ഷൻ ഉണ്ട് എല്ലാത്തിലും. അങ്ങനെ എല്ലാം കൊണ്ടും ചെറിയൊരു ക്യാമറ, വളരെ ചെറുത്, വളരെ സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു ക്യാമറ. ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് പ്രശ്നം, നമുക്ക് മാക്കിലേക്ക് ഇത് കോപ്പി ചെയ്യാൻ കഴിയില്ല. അതായത് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതിന് കോപ്പി ചെയ്യാൻ വേണ്ടി നമുക്ക് കേബിൾ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്കൊരിക്കലും മാക്കിലേക്ക് കോപ്പി ചെയ്യാൻ കഴിയില്ല. ക്യാമറ കണക്റ്റ് ആവില്ല. അത് അവർ പറയണത് അടുത്ത അപ്ഡേഷനിലൊക്കെ ശരിയാവുമെന്നാണ് പറയുന്നത്.
അതുവരെ ശരിയായിട്ടില്ല, ഒരു അപ്ഡേഷൻ വന്നത് ശരിയായിട്ടില്ല. പിന്നുള്ളൊരു പ്രശ്നം ഫോക്കസിൻ്റെ ഇഷ്യൂ ആണ്. അതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഫോക്കസിൽ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നിൽ കൂടെ ഒരാൾ പോകുന്ന സമയത്ത് ഫോക്കസ് അയാൾ കൂടെ പോകുന്ന പ്രശ്നം ഉണ്ട്. അതും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് വലിയ വിഷയമൊന്നുമല്ല, പക്ഷേ ചെറിയ ചെറിയ വിഷയങ്ങൾ, അങ്ങനത്തെയൊക്കെ കുറച്ച് വിഷയങ്ങളുണ്ട്. പിന്നെ ഉണ്ടാകുമ്പോൾ സംശയമാണ് ഓവർ ഹീറ്റ് ഉണ്ടോ എന്നുള്ളത്. ഈ ഇടയ്ക്ക് ഒരു വെഡിങ് എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഈ ക്യാമറയും പിന്നെ ഒരു സോണിയുടെ M4 കൂടെ ഉണ്ടായിരുന്നു. M4 ഞാൻ അവൻ്റെ അടുത്ത് വീഡിയോ 4K റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4K 60 ഫ്രെയിം റേറ്റിലാണ് ഷൂട്ട് ചെയ്തത്, സോണി M4ഉം ഇതും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ബോഡി ഓവർ ഹീറ്റ് ആയിട്ട് അവൻ്റെ ബോഡി ഓഫായി. അതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓൺ ആവുകയൊക്കെ ചെയ്തത്. ആകെ സ്റ്റക്കായി പോയി ബോഡി, ഭയങ്കര ഹീറ്റായിട്ട്. അത് ബോഡി പിടിക്കാൻ മേലാത്ത രീതിയിൽ ബോഡി ഹീറ്റായിട്ടുണ്ടായിരുന്നു. സോണി M4ൻ്റെ കാര്യം പറയണേ. പക്ഷേ ആ സമയത്ത് ഇതിനൊരു കുഴപ്പമില്ലാതെ നമുക്ക് ഫുൾ വെഡിങ് ഷൂട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ അവന് പിന്നെ തുടർന്നിട്ട് ഫുൾ HD മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ഗുണങ്ങളും കൂടെ അതിനുണ്ട്. പിന്നെ 6K നമ്മളൊരു അരമണിക്കൂറോളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തിട്ട് നോക്കി, ക്യാമറേനെ വെച്ചിട്ട് കണ്ടിന്യൂസ് ഷൂട്ട് ഇട്ട് നോക്കി. അപ്പോഴും ഓവർ ഹീറ്റ് ആവുന്ന വിഷയമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഈ കാണുന്ന ഫുട്ടേജ് മൊത്തം നമ്മൾ ഫ്യൂജിയുടെ X-T5 ഷൂട്ട് ചെയ്തതാണ്. 4K 60 ഫ്രെയിം റേറ്റിലാണ് ഷൂട്ട് ചെയ്തത്. F-Log നമ്മൾ ഏതാണ്ട് 10-30ഓളം ഫങ്ഷൻ അല്ലെങ്കിൽ ഇവൻറ്റ്സ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റ്, വെഡ്ഡിങ്ങും പ്രീ വെഡ്ഡിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട്. അതിൽ റോലും അതുപോലെ തന്നെ ഈ ക്യാമറയിലെ സിമുലേഷൻസ് വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസൊക്കെയാണ് ഇത്. ഈ ഫോട്ടോസ് നമ്മൾ അട്ടപ്പാടിയിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഈ ഭാഗത്തിൽ നമ്മൾ സിമുലേഷൻ ക്ലാസിക് നെഗോ അങ്ങനെ ഏതൊരു സിമുലേഷൻ വെച്ചിട്ടായിരുന്നു ഇത് മൊത്തം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ 5-6 മാസമായിട്ട് X-T5 ഉപയോഗിച്ചതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ഈ ക്യാമറയിലെടുത്ത വെഡ്ഡിങ് വർക്കുകളും മറ്റു ഫോട്ടോസും വീഡിയോസും കാണണമെങ്കിൽ ലിജു ഫിലിംസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ നോക്കിയാൽ ആവശ്യമുള്ളവർക്ക് കാണാം. പിന്നെ യൂട്യൂബിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോസ്. ഈ കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പറ്റാത്തത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.